കൊല്ലത്തെ തീ ചീറ്റുന്ന വാഹനം ഉടമയെ കണ്ടെത്തി മോട്ടോർ വാഹന വകുപ്പ്. പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാന്റേതാണ് വാഹനം. ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് സംഘം അന്വേഷിച്ച് ഉടമയെ കണ്ടെത്തിയത്. വാഹനവും ഉടമയും ഒളിവിലാണ്. എൻഫോഴ്സ്മെന്റ് RTO ദിലുവും സംഘവുമാണ് വാഹനം കണ്ടെത്തിയത്. വാഹനം ഉടൻ തന്നെ ഹാജരാക്കാമെന്ന് വീട്ടുകാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കുമെന്നും ഉടമയുടെ ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുമെന്നും RTO അറിയിച്ചു. വാഹനം ഉണ്ട്. വാഹനം അവരുടെ വീടിന്റെ പരിസര പ്രദേശത്ത് തന്നെ ഉണ്ട്. അവരുടെ ബന്ധുക്കൾ തന്നെ വാഹനം സറണ്ടർ ചെയ്യാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. വാഹനം ഉടൻ കിട്ടും. ഒരുപക്ഷെ അവരത് മാറ്റിയിട്ട് കൊണ്ട് കാണിക്കുക എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയായാലും നമുക്ക് കിട്ടിയാൽ മതി. കടുത്ത നിയമലംഘനമാണ്, അത് വെച്ച് ഉറപ്പിക്കാൻ കഴിയുന്നതല്ല. അത് സാധാരണക്കാരുടെ സഞ്ചാരത്തിന് വലിയ അപകടകരമായിട്ടുള്ള വാഹനമാണ്. അതിന്റെ എമിഷൻ അതൊക്കെ വളരെ ദോഷമുള്ളതാണ്. പിന്നെ നാട്ടിൽ ഭയം ഉണ്ടാക്കുന്ന ഇത്തരം ആൾക്കാരെ MVD ഒരു കാരണവശാലും അനുവദിക്കത്തില്ല. 10-11ഓളം പെറ്റി ആ വാഹനത്തിന് വന്നിട്ടുള്ള വണ്ടിയാണ്. അത് കൂടാതെ ഇപ്പൊ തന്നെ ഇതേ ഓൾട്രേഷനൊക്കെ നടത്തിയതിനൊക്കെ പലവട്ടമായിട്ട് പിടിച്ചിട്ട് 4ഓളം ചെല്ലാനുകൾ പെൻഡിങ്ങിലാണ്. ആക്ഷൻ അദ്ദേഹത്തിന്റെ RC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുക, കൂടാതെ അദ്ദേഹത്തിന്റെ ലൈസൻസ് 1 വർഷത്തേക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിനെ ഞാൻ ഫോണിലൂടെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം കുറ്റം സമ്മതിക്കുകയും ചെയ്തു. അതുകൊണ്ട് കേൾക്കുക എന്നുള്ള നടപടി ഓൾറെഡി കഴിഞ്ഞു. അദ്ദേഹത്തിന് അതിന്റെ അവസരം കൊടുക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം വാഹനം സറണ്ടർ ചെയ്യാന്ന് പറഞ്ഞിട്ട് സമയമായപ്പോൾ അദ്ദേഹം മൊബൈൽ ഓഫ് ചെയ്തിട്ട് മുങ്ങിയിരിക്കുക. വാഹനം എത്തിക്കും. അദ്ദേഹത്തിന്റെ മാതാവൊക്കെ വണ്ടി കൊണ്ടുവരാൻ ഏറ്റിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് പരിശോധനകളും കൂടുതൽ ശക്തമാക്കി. ഇത്തരം നിരവധി നിയമലംഘനങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു.